ഹായ് എല്ലാ കൂട്ടുകാർക്കും സനോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റെനോ ഡസ്റ്ററിന്റെ 1 ലിറ്റർ ടർബോ എഞ്ചിന്റെ ഡ്രൈവ് വീഡിയോ ആണ്. സാധാരണ നമ്മൾ ഡ്രൈവ് വീഡിയോസ് ചെയ്യാറില്ല. ഇപ്പോൾ ഡ്രൈവ് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം റീസെന്റ് നമ്മൾ ഇതിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഡസ്റ്ററിന്റെ കുറെ വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോയുടെയും താഴെ കോമൺലി വരുന്ന കമന്റ് ആണ് 1 ലിറ്റർ എഞ്ചിൻ പവർഫുൾ ആണോ, 1 ലിറ്ററിന് പവർ ലാഗ് ഉണ്ടോ, മൈലേജ് ഉണ്ടോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അതിന്റെ ഡ്രൈവ് വീഡിയോ ചെയ്യാനായിട്ടും കമന്റുകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാഹനത്തിന്റെ ഡ്രൈവ് വീഡിയോ ഇന്ന് ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. ഇത് 1 ലിറ്ററിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ടെക്നോ വേരിയന്റ് ആണ്. 1 ലിറ്റർ നമുക്ക് 3 വേരിയന്റുകളാണ് കൊടുത്തിരിക്കുന്നത്: ഒതന്റിക്, എവല്യൂഷൻ ആൻഡ് ടെക്നോ. മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ 1.3ലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എവല്യൂഷൻ സെക്കൻഡ് വേരിയന്റ് തൊട്ട് 1.3 പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ്. പ്ലസ് അതിന്റെ DCT ഗിയർ ബോക്സും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം നമ്മളുടെ റിയൽ ലൈഫിൽ ഓടിച്ചാൽ എങ്ങനെയുണ്ട്, എന്താണ് നോർമലി ഫീൽ ചെയ്യുന്നത്, പവർ ലാഗ് കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഡസ്റ്ററിന്റെ ഫ്രണ്ട് സീറ്റ് നല്ല കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടി നല്ല വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡ്രൈവറിന് സ്ലൈറ്റ്ലി ആംഗിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജെറ്റ് ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് പറയാം. നമുക്ക് എല്ലാം കൈ എത്തുന്ന സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ടച്ച് സ്ക്രീൻ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈസിലി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇപ്പോൾ AC കാര്യങ്ങൾ മാനുവലി കൺട്രോൾ ചെയ്യാനായിട്ട് അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് പൊസിഷൻ നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. നമുക്ക് ബോണറ്റ് എല്ലാം കണ്ട് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സൈഡ് വിസിബിലിറ്റിയും ലഭിക്കുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നല്ല കമാൻഡിങ് പൊസിഷൻ തന്നെ ലഭിക്കും. പിന്നെ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻ വരുന്നത് കൊണ്ട് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 3 സിലിണ്ടർ എഞ്ചിനാണ്, 99 HP, 100 PS ആണ് പവർ, 166 Nm ടോർക്കുമാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കണ്ടതാണ് ഇതിൻ്റെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ. ആ 3 സിലിണ്ടർ എഞ്ചിൻ്റെ വൈബ്രേഷനാണ് നമുക്ക് അകത്തേക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ വൺസ് വാഹനം ഐഡിയലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ക്വയറ്റാണ്. ഇപ്പോൾ AC ഉള്ളതുകൊണ്ട് ACയുടെ നോയ്സ് മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് യാതൊരു നോയ്സും നമുക്ക് അകത്തേക്ക് കേൾക്കുന്നില്ല. ഇനി നമുക്ക് വാഹനം ഒന്ന് എടുത്തു നോക്കാം. നമുക്ക് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എഞ്ചിനിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഓട്ടോമാറ്റിക് ഒന്നുമില്ല, മാനുവൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. നമ്മൾ വണ്ടി എടുത്തു, നമ്മൾ റോഡിലേക്ക് കയറുകയാണ് പതുക്കെ. ഒരു നോർമൽ ഡ്രൈവിംഗ് കണ്ടീഷനിൽ നമുക്ക് ഡീസൻറ്റ് ഇനഫ് ആയിട്ടുള്ള പവർ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിൽ ഒരു 30 ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ് ടു 50 വരെയൊക്കെ ഈസിലി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഇതൊരു 99 HP അല്ലെങ്കിൽ 100 PS വാഹനമാണെന്ന് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നമ്മളുടെ സിയാറ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ ഹൈ റൈഡർ അങ്ങനത്തെ ഏത് വാഹനമായിട്ട് കമ്പയർ ചെയ്താലും അതിനേക്കാളും മച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 3rd ഗിയറിലാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 3rd ഗിയർ ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മളിപ്പോൾ 3rd ഗിയറിൽ നമുക്ക് ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ എൻജിൻ നോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് ഈസിലി ഈ വാഹനം കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 31 ഇതിൻ്റെ സ്പീഡ് കാണിക്കുന്നത്. നമുക്കൊന്ന് 20ലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കാം പതുക്കെ. 26, 25, 24, 23, 22, 20. ഇതാണ് 20 കിലോമീറ്ററിൻ്റെ സ്പീഡ്. നമ്മൾ പതുക്കെ ഇങ്ങനെ കാല് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പീഡിൽ നമുക്കിപ്പോൾ ഈ വാഹനം റൈഡ് ചെയ്യാനായിട്ട് പറ്റും. വേറെ ഏകദേശം നോയ്സോ അല്ലെങ്കിൽ ജർക്കിങ്ങോ സംഭവങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് ക്യാബിനാണെങ്കിലും അത്യാവശ്യം വളരെ ക്വയറ്റായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഇനിയും ഈ 20ൽ നിന്ന് നമ്മൾ ആക്സലറേഷൻ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് വണ്ടി പിക്കപ്പ് ആയി വരുന്നുണ്ട്. ഈ ഒരു 3rd ഗിയറിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു വളവ് വന്നു. നമുക്കൊന്ന് വളവ് കഴിഞ്ഞിട്ടൊന്ന് കാല് കൊടുത്ത് നോക്കാം. നമ്മൾ ഗിയറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, നല്ല സ്ട്രൈറ്റ് റോഡാണ്. ഈ 3rd ഗിയറിൽ തന്നെ നമ്മൾ കാല് കൊടുക്കുകയാണെങ്കിൽ വാഹനം മൂവ് ചെയ്ത് ഒരു 80 വരെയൊക്കെ നമുക്ക് ഈസിലി 85 വരെയൊക്കെ നമുക്ക് ഈസിലി കയറുന്നുണ്ട്. ഒരു 90 വരെയൊക്കെ നമ്മൾ കാല് കൊടുക്കുകയാണെങ്കിൽ കയറും. അതായത് 3rd ഗിയറിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും നമുക്ക് പവർ കൊടുക്കാൻ പറ്റുന്നൊരു വാഹനം ഇല്ലെന്ന് തന്നെ പറയാം. 4th ആയി, അത്യാവശ്യം വേറെ ലാഗ് കാര്യങ്ങളൊന്നും ഒരു സ്ഥലത്തും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളിത് 5th കൊടുത്തു, അപ്പോഴും നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അത് 6 സ്പീഡാണ്. 6th ഗിയറിൽ 70ൽ നല്ല ഈസിലി ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ വാഹനത്തിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കേൾക്കുന്നതാണ് ഇതിൻ്റെ നോയ്സ് എന്ന് പറയുന്നത്. യാതൊരു നോയ്സോ സംഭവങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആ 3rd ഗിയറിൽ കാല് കൊടുത്ത് വലിപ്പിക്കുന്ന സമയത്ത് ആ 3 സിലിണ്ടറിൻ്റേതായ ഒരു നോയ്സ് നമുക്ക് ലഭിക്കും.
ഇത് 1 ലിറ്ററിലെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ടെക്നോ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫീച്ചേഴ്സ് മറ്റു വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടർബോയിലും നോൺ ടർബോയിലും ഫീച്ചേഴ്സ് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഡബിൾ ഡീക്കഡ് സ്റ്റിയറിംഗ് വീൽ, അതിനകത്ത് ക്രൂസ് കൺട്രോൾ മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫുള്ളി ഡീറ്റെയിലുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. ഒരു 10.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. നല്ല ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. വയർലെസ് മിറേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലാണെങ്കിലും നമുക്ക് 3 പേർക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റും. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങൾ, ബാക്കിലേക്ക് AC വെൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് എൻ്റെ AC. നല്ല കൂളിംഗ് ആണ് AC ക്ക്. നമ്മൾ വാഹനം എടുത്ത സമയത്ത് 25 ആയിരുന്നു ടെമ്പറേച്ചർ കിടന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ 23 ആക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് ക്യാബിൻ കൂളായി. ഡ്യുവൽ സോൺ AC ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു വയർലെസ് ചാർജിങ് പാഡ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് 16 ലക്ഷം രൂപയുടെ അടുത്താണ് നിങ്ങൾ ഈ കാണുന്ന ടോപ്പ് എൻഡ്, അതായത് 1 ലിറ്ററിലെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് വരുന്നത്. ആ പ്രൈസ് റേഞ്ചിൽ മറ്റ് മാനുഫാക്ചേഴ്സ് കൊടുക്കുന്നതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഡസ്റ്ററിൻ്റെ ഈ ടെക്നോ വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുണ്ടും കുഴിയും റോഡ് കറക്റ്റ് അല്ലാത്ത റോട്ടിൽ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കയറ്റവും ഇറക്കവും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കൊരു സ്ഥലത്തും ലാഗ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നില്ല. പവറിലാണെങ്കിലും ലാഗ് കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട്, നല്ലൊരു സസ്പെൻഷനാണ്, നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് ഈ വാഹനം തരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം സസ്പെൻഷനാണ്. കാര്യം ഞാൻ ഓടിക്കുന്നത് ഗ്രാൻഡ് വിറ്റാരിയ എന്നറിയാം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ എന്ന് പറയാം. പിന്നെ 1 ലിറ്റർ എഞ്ചിനാണ്. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും ഞാൻ ഒത്തിരി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. തള്ളലൊന്നുമല്ല, അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. പക്ഷേ നമ്മൾ മാരുതിയുടെ 4 സിലിണ്ടറായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. അത് വളരെ ക്വയറ്റ് ആൻഡ് സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇപ്പോൾ ഹ്യുണ്ടായുടെ 4 സിലിണ്ടർ ആണെങ്കിലും. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടർബോ എഞ്ചിനുകളൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ക്യാബിൻ അത്യാവശ്യം സൈലൻ്റ് ആണ്. നമ്മുടെ 4 സിലിണ്ടറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ നോയ്സുകൾ, ആ 3 സിലിണ്ടറിൻ്റെതായ നോയ്സ് കാര്യങ്ങൾ നമുക്കകത്ത് കിട്ടും. നാച്ചുറലാണ്. ഇനിയും ഈ വാഹനം ആരാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഡസ്റ്റർ മാനുവൽ വേരിയൻ്റാണ് നോക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡസ്റ്ററാണ് വേണ്ടത്. ഡീസൻറ്റ് ഇനഫ് ആയിട്ടുള്ളൊരു പവർ മതി. ഡീസൻറ്റ് ഇനഫ് പവർ എന്ന് പറഞ്ഞത് ഡസ്റ്ററിൻ്റെ ടർബോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യമാണ്, സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ടല്ല. അങ്ങനെയുള്ളൊരു വാഹനം മതി എങ്കിൽ നിങ്ങൾക്ക് ഈ ഡസ്റ്ററിൻ്റെ 1 ലിറ്റർ എൻജിൻ കൺസിഡർ ചെയ്യാം. കാരണം സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഞാനീ പറയുന്നതല്ല, നിങ്ങൾക്ക് ഡസ്റ്റർ ഷോറൂമിൽ പോയി ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ബ്രസ, അല്ലെങ്കിൽ ഫ്രോങ്സ്, അല്ലെങ്കിൽ ബലേനോ, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ നമ്മളുടെ കിഡ്, അല്ലെങ്കിൽ ട്രൈബർ എന്നൊക്കെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ വാഹനം പക്ക പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമായിട്ട് തന്നെ ഫീൽ ചെയ്യും. യാതൊരു പവർ ലാഗോ സംഭവങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ ചില വീഡിയോസിൽ ഓക്കെ ഇത് പവർഫുൾ ആണെന്ന് പറയുന്നുണ്ട്, എന്നാൽ ചില ആളുകൾ അണ്ടർ പവേർഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ അണ്ടർ പവേർഡ് ആണെന്ന് പറയുന്ന ആളുകൾ ചിലപ്പോൾ ഇതിൻ്റെ 1.6, 1.3, 160 എഞ്ചിനുമായിട്ടായിരിക്കും ചിലപ്പോൾ കമ്പയർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ ക്രെറ്റയുടെയൊക്കെ ടർബോ ആയിട്ടായിരിക്കും ചിലപ്പോൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് പവർ ലാഗെന്നൊന്നും പറയാനേ പറ്റില്ല. നല്ല രസമാണ് ഓടിക്കാൻ. നിങ്ങളത് ഓടിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ ഈ 1 ലിറ്റർ എഞ്ചിൻ പെയർ ചെയ്തിരിക്കുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായിട്ടാണ്. നമുക്ക് ഓരോ ഗിയറിലും കറക്റ്റായിട്ടുള്ള ഒരു പവർ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 5th നമുക്കൊരു 55 കിലോമീറ്ററൊക്കെ കഴിഞ്ഞാൽ, 50-55 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി 5th ഗിയർ എൻഗേജ് ചെയ്യാൻ പറ്റും. ഒരു 60 കിലോമീറ്റർ സ്പീഡ് നിങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി 6th ഗിയർ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 6th ഗിയറിൽ വളരെ ലീനിയർ ആയിട്ടുള്ള പവറാണ് ലഭിക്കുന്നത്. എൻജിൻ വളരെ സൈലൻ്റ് ആണ്. നമുക്കൊരു 2000 RPM താഴെയാണ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. നമുക്ക് ഈക്കോ ഡ്രൈവ് മോഡിൻ്റെ ഓപ്ഷനകത്ത് അവൈലബിൾ ആണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈക്കോയിലേക്ക് മാറും. നിങ്ങൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടാനായിട്ട് 6th ഗിയറിൽ ഈക്കോയിലേക്ക് ഇടുക. നല്ല സ്ട്രൈറ്റ് ഹൈവേ ആണെങ്കിൽ ക്രൂസ് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഓടിക്കുകയാണെങ്കിൽ മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി ഈ എൻജിനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മൈലേജ് കൂടുതൽ നോക്കുന്നത് അത്യാവശ്യം ഓട്ടോ ഉള്ളവരൊക്കെ ആണെങ്കിൽ മാനുവൽ മതിയെങ്കിൽ ഈ എൻജിൻ നമുക്ക് പ്രിഫർ ചെയ്യാം. മൈലേജ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ആവറേജ് മൈലേജ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിയർ ബൈ 12 സംതിങ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം കാല് കൊടുത്തൊക്കെ ഓടിച്ചു നോക്കിയായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട്. പിന്നെ കുറച്ച് നേരം വാഹനത്തിലകത്തിരുന്ന് കുറേ കോളുകളൊക്കെ വന്നൊക്കെ സംസാരിച്ചു. എന്നിട്ടും നമുക്കൊരു ആവറേജ് 12 മൈലേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്.
അതുപോലെ തന്നെ എന്നാൽ ഡീസൻറ്റ് ഇനഫ് ആയിട്ടുള്ള പവറും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ പോകുന്ന സമയത്ത് ഈക്കോ ഒക്കെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാനായിട്ട്. ഇപ്പോഴും വാഹനം 6th ഗിയറിലാണ്. നമ്മൾ ആ ടേണിംഗ് ഒക്കെ എടുത്തു 55-50 റേഞ്ചിലേക്കൊക്കെ പോയി, എന്നാലും നോക്കിങ് കാര്യങ്ങളൊന്നുമില്ല, നല്ല രസമായിട്ട് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ 1 ലിറ്റർ ഡസ്റ്റർ കൺസിഡർ ചെയ്യണോ വേണ്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജുള്ള ഡസ്റ്റർ വേണം, ഡീസൻറ്റ് ഇനഫ് ആയിട്ടുള്ള ഒരു പവർ മതി, മാനുവൽ വേരിയൻറ്റ് മതി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെഗ്മെൻറ്റിലെ മറ്റേത് വാഹനങ്ങൾ നോക്കുന്ന കൂട്ടത്തിലും ഡസ്റ്ററും കൺസിഡർ ചെയ്യാം. ഓടിക്കാൻ നല്ല രസമുള്ള, എന്നാൽ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഡസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. 99 PS ഉള്ളൂ എന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ലാഗോ കാര്യങ്ങളോ ഫീൽ ചെയ്യില്ല. ഇനി ഡസ്റ്ററിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഡസ്റ്ററിൻ്റെ DCT ഓട്ടോമാറ്റിക് എടുക്കാൻ തന്നെയാണ്. കാരണം അത് ഓടിക്കാൻ വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ മറ്റേത് വാഹനം നോക്കുന്ന സമയത്തും നിങ്ങൾ ഡസ്റ്ററിൻ്റെ ഈ ടെക്നോ വേരിയൻറ്റിൻ്റെ DCT ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഈ ബഡ്ജറ്റിൽ ദ ബെസ്റ്റാണ്. പുതിയ ഡസ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ടെക്നോ വേരിയൻ്റാണ്. അതിൽ ആ DCT ആണെന്നാണ് ഓൺലൈനിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസ് വീണ്ടും ചാനലിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റു വാഹനങ്ങളിലും ടെസ്റ്റ് ഡ്രൈവും കൂടിയും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.